നെക്സ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ EMFന്റെ കാര്യം നമ്മൾ അവിടെ 2 സ്ലൈഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് നമുക്കൊരു ഈസി ആയിട്ടൊരു കാര്യം പറയാന്ന് വെച്ചാൽ ക്രിക്കറ്റിന്റെ കേസിന് നമുക്ക് എടുക്കാം. ക്രിക്കറ്റിൽ ഒരു ബാറ്റ്സ്മാൻ എത്ര ദൂരം അയാൾക്ക് ബോളിനെ അടിച്ചു പറത്താൻ പറ്റും എന്നുള്ളതാണ് പുള്ളിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ബോളിനാണ് ആ പൊട്ടൻഷ്യൽ കൊടുക്കുക. പുള്ളിയുടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? പുള്ളിയെ ബോളിന് കൊടുക്കും. ബോൾ എത്ര ദൂരം സഞ്ചരിച്ചു, ഫൈനൽ പോയിന്റിൽ അതിന്റെ സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എന്താവും? 0 ആവും. സോ അത്രയും ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അത് ബാറ്റ്സ്മാന്റെ ആ കൊടുത്ത പൊട്ടൻഷ്യലും ആ 0യും അപ്പൊ എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതുപോലെയാണ് രണ്ട് പൊട്ടൻഷ്യൽ തമ്മിലുള്ള വ്യത്യാസം. ദാറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദ ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് or pressure, okay, or pressure across 2 points in a circuit is called a potential difference. ഈ വോൾട്ടേജ് നമുക്ക് പ്രഷർ എന്ന് പറയാം. വോൾട്ടേജ് ഈസ് ഓൾസോ കോൾഡ് എന്താണ്? വോൾട്ടേജ് ഓൾസോ കോൾഡ് പ്രഷർ എന്ന് നമുക്ക് പറയാം കേട്ടോ. സോ ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് ഓർ പ്രഷർ അക്രോസ് 2 points in a circuit is called the potential difference. And it is also measured in volt. ഇതും എന്താണ്? വോൾട്ടിൽ തന്നെയാണ് മെഷർ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടിനാണ് മെഷർ ചെയ്യുന്നത്. In a circuit, when a current flows, there will be a potential difference across the terminals of the resistors or load. അതായത് ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഈ ഫിഗർ നമ്മൾ എടുക്കുവാണെങ്കിൽ ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. ക്ലിയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ കേസ് പറയുമ്പോൾ സെക്കൻഡ് ഓക്കെ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ സർക്യൂട്ട് നോക്കൂ. ഈ സർക്യൂട്ടില് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മളിവിടെ മെഷർ ചെയ്തിരിക്കുന്നത്. ഈ വോൾട്ട് മീറ്ററിന്റെ മെഷർ ചെയ്യുന്നത്. അതായത് കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും V1. ഓക്കെ, അടുത്ത ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും V2. ഈ രണ്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 മൈനസ് V2 ആണ് നമ്മൾ ഈ പറയുന്ന V1 മൈനസ് V2 ആണ് നമ്മൾ ഈ പറയുന്ന V എന്ന് പറയുന്നത്. ഈ രണ്ട് ടെർമിനലിലും ഓരോ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതിന്റെ വ്യത്യാസം എത്ര എന്നുള്ളതാണ് പറയുക. നമ്മളിപ്പോ ഒരു ബാറ്ററി എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. അല്ലെ, ഒരു റെസിസ്റ്റർ വഴി ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്താലും ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. സോ ഇവിടെ എന്താ സംഭവിക്കുക? ഈ പോയിന്റ് ഗ്രൗണ്ട് എപ്പോഴും 0 വോൾട്ട് പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. അത് നമുക്കറിയാം. ഗ്രൗണ്ട് എപ്പോഴും 0 വോൾട്ട് പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. അതൊരു കാര്യമാണ്. ഇനി വേറൊരു സംഭവം എന്ന് വെച്ചാൽ, വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇവിടെ വരയ്ക്കുവാണ്. കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ 2 ബാറ്ററി എടുത്തിട്ട് 2 ബാറ്ററി, ഇവിടെ ഒരു 5 വോൾട്ട്, ഇവിടെ ഒരു 3 വോൾട്ട് ബാറ്ററി. ഇത് 5 വോൾട്ടിന്റെ, ഇതൊരു 3 വോൾട്ടിന്റെ ബാറ്ററി. ഈ 2 ബാറ്ററി നമ്മൾ എടുക്കുവാണ്. ഈ 2 ബാറ്ററി എടുക്കുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുന്നതായിരിക്കും 8 വോൾട്ട് ആയിരിക്കും ഇതിന്റെ ബാറ്ററി ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വോൾട്ടേജ് തമ്മിൽ ആഡ് ആവും. ഓക്കെ, അപ്പോ എന്താണ് ഇത് തമ്മിലുള്ള വോൾട്ടേജ്? എന്താണ്? ടോട്ടൽ വോൾട്ടേജ് 8 വോൾട്ട് ആണ്. അപ്പോ എനിക്ക് ഈ പോയിന്റും ഗ്രൗണ്ടും തമ്മിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനിക്ക് ഈ പോയിന്റും ഗ്രൗണ്ടും തമ്മിൽ എനിക്ക് എടുത്തു കഴിഞ്ഞാൽ ഏത് വോൾട്ടേജ് കിട്ടും എന്നുള്ളതാണ് വിഷയം. ഈ പോയിന്റ് ഞാൻ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ 3 വോൾട്ട് ഇവിടുത്തെ ഒരു വ്യത്യാസം നമുക്ക് വരുമല്ലേ? ഇവിടെ 5 വോൾട്ടും 3 വോൾട്ടും വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണ് ശരിക്കും ഈ പോയിന്റ് എടുത്ത് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു വ്യത്യാസമാണ് എന്ത് ചെയ്യുക? കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൽ ഉണ്ടാവുക. വലിയൊരു വ്യത്യാസമാണ് ഉണ്ടാവുക. കാരണം ഞാൻ ഇതിന്റെ ഈ ടെർമിനൽസ് എന്ത് ചെയ്തു? ഈ 2 ടെർമിനൽസ് 0 വോൾട്ടിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. 0 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. സപ്പോസ് ഈ ബാറ്ററി ഇവിടെ ഇല്ലാന്ന് വെക്കാം. അപ്പൊ എനിക്ക് ഇവിടെ ശരിക്കും എന്താ ഉണ്ടാവുക? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ ആയിരിക്കും? ഈ 2 ബാറ്ററികളും ഇതിപ്പോ ഒരേ ഡയറക്ഷൻ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടും? രണ്ടും ഒരേ ഡയറക്ഷൻ കണക്ട് ആഡ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക? ഇവിടെ വോൾട്ടേജ് കിട്ടുക. ഇനി ഞാൻ ഇതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണക്ട് ചെയ്യുന്ന വെച്ചോളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതിനെ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇതിനെന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷൻ കണക്ട് ചെയ്യും. സോ ഇവിടെ എന്തായിരിക്കും കിട്ടുക? ഇവിടെ 5 വോൾട്ട്, ഇവിടെ എന്താണ്? 3 വോൾട്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാല് ഇവിടെ ഇത് തമ്മിൽ സബ്ട്രാക്ട് ആവും.
സബ്ട്രാക്റ്റഡ് ആവും. അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര 5 വോൾട്ട്, ഇവിടുത്തെ 3. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഈ പോയിന്റ് നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 5 - 3 = 2 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സം വോൾട്ടേജ് -0 ആയിരിക്കണമെന്നില്ല, V1 - V2 ആയിരിക്കും. V1 - V2 ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഇവിടെ V എന്ന് പറയുന്നത് V1 - V2. ഓക്കെ, then in a circuit when current flows there will be a potential difference across the terminals of the resistor or load. When the switch is open condition, the voltage across the terminal of the cell is called electromotive force. അതായത് സ്വിച്ച് ഓപ്പൺ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഒരു എറൗണ്ട് ഒരു വാല്യൂവിന് നമുക്ക് എന്ത് പറയാം? നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ബാറ്ററി എടുക്കുന്നു. ഒരു ബാറ്ററി എടുത്തിട്ട് ഒരു റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ത്രൂ എ സ്വിച്ച്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന് അക്രോസ് നമ്മളൊരു വോൾട്ടേജ് നോക്കിയാൽ സ്വിച്ച് ഓപ്പൺ ആണ്. ഇത് ഓപ്പൺ സ്വിച്ചാ, ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, ഓപ്പൺ സ്വിച്ചാണ്. ഇതിന് അക്രോസ് നമ്മളൊരു വോൾട്ടേജ് മെഷർ ചെയ്താൽ എന്താണ് സംഭവിക്കുക? വോൾട്ടേജ് മെഷർ ചെയ്താൽ ഓപ്പൺ ചെയ്ത സ്വിച്ചിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് വെച്ചാൽ ടെർമിനൽ വോൾട്ടേജ് EMFന് ഈക്വൽ ആയിരിക്കും. പക്ഷെ കംപ്ലീറ്റഡ് ഈക്വൽ ആണോ? അല്ല, കാരണം അവിടെ ഇന്റേണൽ ഡ്രോപ്പ് ഉണ്ട്. എന്നാലും നമ്മൾ പറയണം EMFന് ഈക്വൽ ആണ്. നമ്മൾ എന്താണ് ജസ്റ്റ് പറയണം, ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ബാറ്ററിയുടെ ടെർമിനൽ വോൾട്ടേജ് എത്രയാണ് അതായിരിക്കും നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ EMF ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം കിട്ടുക. സ്പെസിഫിക്കലി EMF നിങ്ങൾ പഠിച്ചാൽ മതി. ഓപ്പൺ കണ്ടീഷനിലാണെങ്കിൽ in a switch is in open condition, the voltage across the terminals of the cell is called electromotive force. Okay, electromotive force. When the switch is in the closed position, ഇത് ഞാൻ ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? The voltage across the cell is called പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ സമയത്താണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇതിന് എന്ത് പറയാം? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് എന്ത് പറയാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, the potential difference will be lesser in value than the electromotive force due to the internal resistance. കണ്ടോ, internal resistance of the cell drops a few volts when the cell supplies current to the load. അതായത് ഈ സെല്ല് ഈ ഫിഗറിലേക്ക് നമ്മൾ വീണ്ടും വരുന്നു. ഓക്കെ, സോ ഇവിടെ ഈ E എന്ന് പറയുന്ന EMF ഉണ്ടല്ലോ, ഇത് ഇങ്ങോട്ട് വോൾട്ടേജ് വന്നു. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് ഇടാം. ഇന്റേണൽ റെസിസ്റ്റൻസ് R ഡ്രോപ്പ് ഉണ്ടാവും, IR ഡ്രോപ്പ് ഉണ്ടാവും. ഇതാണ് IR ഡ്രോപ്പ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഡ്രോപ്പ്. ഓക്കെ, സോ ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണോ ഡ്രോപ്പ് വരുന്നു. ഇവിടെ അക്രോസ് വോൾട്ടേജ് V വരുന്നു. ഓക്കെ, V വരുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്താ? The potential difference will be lesser value than the electromotive force due to the internal resistance. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടത്തില്ല. ഇവിടെ V ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? EMFനേക്കാൾ ചെറുതായിരിക്കും. കാരണം നമുക്കിത് ഇവിടെ കണ്ടോ, ഈ ഒരു ഇക്വേഷൻ നോക്കൂ, നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നോക്കൂ. ഇവിടെ നിന്നാണ് E എന്ന് പറയുന്നത് V യുടെ കൂടെ ഒരു ക്വാണ്ടിറ്റി ആഡ് ചെയ്താണല്ലേ. E എന്ന് പറയുന്നത് V യുടെ കൂടെ IR എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും വലുത്? E അല്ലേ വലുത്? E എന്ന് പറയുന്നത് V യുടെ കൂടെ എന്തോ ആഡ് ചെയ്താണ്. അപ്പൊ V യേക്കാൾ വലുതായിട്ട് എന്ത് ചെയ്യും? E മാറും. അതായത് E is greater than V ആയിരിക്കും. E is greater than V ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. E is greater than V. Okay, E is greater than, then EMF equal to voltage at the terminal of a source supply plus voltage drop at the source of the supply. ഞാൻ അതാണ് സോഴ്സ് ഓഫ് ദി സപ്ലൈയില് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞ എന്താണ്, ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിൽ വോൾട്ടേജ് അക്രോസ് ദി ടെർമിനൽ ഓഫ് ദി സെൽ ഈസ് കോൾഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് നമുക്ക് പറയാമെങ്കിലും അത് ശരിക്കും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ല, അത് ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദി സെല്ലാണ്. കാരണം ആ സെല്ലിന് എന്തുണ്ട്? ആ സെല്ലിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് അവിടെ ഡ്രോപ്പ് ഉണ്ടാവും. നമുക്ക് ടെർമിനൽ കിട്ടുന്നത് എന്തായിരിക്കില്ല? EMF. അതുകൊണ്ടാണ് EMF നമ്മളൊരു ഡിവൈസ് യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം കേട്ടോ. Then what is EMF? EMF is equal to VT. VT is the terminal voltage plus drop. Internal resistance drop ആണ് IR. Okay. Then what is terminal voltage? Terminal voltage is the voltage applied at the terminal of the source of supply. Source of supply ടെർമിനലിൽ കിട്ടുന്ന വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ടെർമിനൽ വോൾട്ടേജ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് സിമ്പിൾ ഈസ് VT. ഞാൻ സിമ്പിളിന്റെ കേസ് ഒക്കെ നമുക്ക് എന്താണ് ജനറൽ ആയിട്ട് നമുക്ക് ഇതാണ് സിമ്പിൾ എന്ന് നമ്മൾ പറഞ്ഞാൽ ദാറ്റ് ഇസ് സിമ്പിൾ. അതായത് ഇപ്പോൾ ഇതിന്
നമുക്കിപ്പോ VT പറയാം, PT പറയാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മൾ ഇപ്പൊ PT ആണ് ടെർമിനൽ വോൾട്ടേജ് പറഞ്ഞത്, അതാണ് സംഭവം കേട്ടോ. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓൾസോ വോൾട്ട്. അപ്പൊ നമ്മൾ എന്തിന്റെയൊക്കെ യൂണിറ്റ് വോൾട്ട് എന്ന് പഠിച്ചു? EMF യൂണിറ്റ് വോൾട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട്, ടെർമിനൽ വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട് ആണ് കേട്ടോ. Then it is the unit of its unit is also volt and also measured by a voltmeter. ഇവിടെ എന്താണ് വോൾട്ട്മീറ്റർ യൂസ് ചെയ്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസും ടെർമിനൽ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. EMF നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിവൈസ് യൂസ് ചെയ്യുന്നു മെഷർ ചെയ്യുന്നത്. ഇറ്റ്സ് ബൈ കാൽക്കുലേഷൻ ആണ് നമ്മൾ EMF എടുക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ EMF മൈനസ് ദി വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, EMF മൈനസ് ദി വോൾട്ടേജ് നേരത്തെ കണ്ടായിരുന്നു. E എന്ന് പറയുന്നത് VT പ്ലസ് IR ആയിരുന്നു അല്ലേ? സോ അങ്ങനെയെങ്കിൽ VT എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? EMF നിന്ന് IR കുറയ്ക്കണം അല്ലെ? ഇന്റേണൽ റെസിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് VT കിട്ടും. അതായത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയും, ഒരു ബാറ്ററി എടുക്കുന്നു, ആ ബാറ്ററിയിൽ റെസിസ്റ്റൻസ് ഞാനിങ്ങനെ മോഡൽ ചെയ്തു, R എന്ന് ഞാൻ മോഡൽ ചെയ്തെന്ന് വെച്ചോളൂ. ഈ ബാറ്ററിയുടെ EMF ഞാൻ E എന്ന് എടുത്തു. അങ്ങനെയെങ്കിൽ അതിന്റെ ടെർമിനൽ വോൾട്ടേജ് VT പ്ലസ് മൈനസ് എന്തായിരിക്കും? VT എന്തായിരിക്കും? ഇതിൽ കൂടെ ഒരു കറണ്ട് I ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ VT എന്ന് പറയുന്നത് എന്താവും? I ഫ്ലോ ഇഫ് ക്ലോസ്ഡ്, ഇഫ് ഓപ്പൺ. ഓക്കെ, ഇഫ് ഓപ്പൺ ആണെങ്കിൽ VT ഈസ് ഈക്വൽ ടു E എന്ന് നമുക്ക് പറയാം. VT ഈക്വൽ ടു E എന്ന് നമുക്ക് പറയാം. അതാണ് നേരത്തെ പറഞ്ഞത്. ഓപ്പൺ കേസിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു EMF എന്ന് പറയുന്നത് അല്ലെ? ഓപ്പൺ കേസിൽ കറണ്ട് ഫ്ലോ ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈക്വൽ ടു E എന്ന് പറയുന്നത്. കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം ഒരു ഡ്രോപ്പ് അവിടെ ഉണ്ടാവുള്ളൂ അല്ലെ? ഡ്രോപ്പ് അവിടെ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ ഓപ്പൺ ആണെങ്കിൽ VT എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇക്ക് ഈക്വൽ ആയിരിക്കും. ഇനി ക്ലോസ്ഡ് ടൈമില്, ക്ലോസ്ഡ് സർക്യൂട്ടിൽ എന്തായിരിക്കും? VT എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? E മൈനസ്. ക്ലോസ് ചെയ്താൽ I ഫ്ലോ ചെയ്യും അല്ലെ? ക്ലോസ്ഡ് ആണ്, കാണാൻ പറ്റുന്നുണ്ടോടെ? ഓക്കെ, ക്ലോസ്ഡ് ആണെങ്കിലോ, E മൈനസ് IR ആയിരിക്കും. E മൈനസ് IR. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ക്ലിയർ ആയല്ലോ? എന്താണ്? ഇൻ ഓപ്പൺ കണ്ടീഷൻ വോൾട്ടേജ് അക്രോസ് ദി ടെർമിനൽ ഓഫ് ദി സെൽ ഈസ് കോൾഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. എനിവേ എന്താണ് ടെർമിനൽ വോൾട്ടേജ് എന്നാണ് പറയാ. ഓപ്പൺ കണ്ടീഷനിലാണ് കറണ്ട് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് ഇന്റർണൽ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഇല്ല. ഇന്റർണൽ റെസിസ്റ്റൻസ് ഡ്രോപ്പ് 0 ആണ്. ഇത് 0 ആയിട്ട് മാറും. അപ്പൊ എന്താണ്? ടെർമിനൽ വോൾട്ടേജ് ഈക്വൽ ആയിരിക്കും. സോ അപ്പോ അതാണ് ഓപ്പൺ സർക്യൂട്ട് VT ഈസ് ഈക്വൽ ടു E. ക്ലോസ് സർക്യൂട്ടിലാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, VT എന്ന് പറയുന്നത് E മൈനസ് IR ആയിരിക്കും കേട്ടോ. ഹെൻസ് EMF ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. EMF എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസിനേക്കാൾ വലുതായിരിക്കും. EMF എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെക്കാളും ടെർമിനൽ വോൾട്ടേജിനെക്കാളും ഒക്കെ വലുതായിരിക്കും കേട്ടോ. ആ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക. ഓക്കെ, സോ ഇതാണ് ടെർമിനൽ വോൾട്ടേജിന്റെ കേസ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് അടുത്ത കമ്പോണന്റ് ആണ് വരുന്നത്. അടുത്ത കമ്പോണന്റ് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. സോ റെസിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് ആർ നമ്മൾ സോഴ്സിന്റെ കേസാണ് നമ്മൾ സോഴ്സ് അല്ലെങ്കിൽ ടെർമിനൽ ഓക്കെ വോൾട്ടേജ് സോഴ്സിന്റെ കേസാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. ഇനി ആ ലോഡിൽ വരുന്ന റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് ഓപ്പോസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. എല്ലാ മെറ്റീരിയലിൽ എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. എല്ലാ മെറ്റീരിയലിൽ എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസ്, ഓൾ മെറ്റീരിയൽസ് ആർ ഇലക്ട്രിക്കൽ ഇൻ നേച്ചർ ആണ്. നേച്ചറിൽ ഇലക്ട്രിക്കലി എന്താണ് ഉള്ളൊരു ഇലക്ട്രിക്കലി എന്താ പറയാ ഇലക്ട്രിക്കൽ നേച്ചറാണ് എല്ലാ മെറ്റീരിയൽസിനും ഉള്ളത്. അത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ മെറ്റീരിയൽസ് എല്ലാം ഒരു റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യും. Resistance is a property of a material by which it opposes the flow of electric current. Electric current ന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണെന്ത്? റെസിസ്റ്റൻസ് എന്നുള്ളത്. Resistance is the property of opposition of the flow of electric current offered by the circuit elements like resistance of the conductor or load, and this load is limit the flow of current. ഈ റെസിസ്റ്റൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. റെസിസ്റ്റൻസ് നമുക്ക് ചുമ്മാ ഒരു ഇതെടുത്തിട്ട് ഒരു സോഴ്സ് എടുത്തിട്ട് ഒരു ലോഡുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അതിന് ഒപ്പോസിഷൻ ഇല്ലെങ്കിൽ, ആ സോഴ്സിന് ഒപ്പോസിഷൻ ഇല്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾ
പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓക്കെ, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സാധനം ഫ്രീ, അതൊക്കെ പോട്ടെ, ഫ്രീ ആയിട്ട് വിടുന്നൊരു സാധനം കണ്ടിട്ടുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് ഒരു സാധനം ഡ്രോപ്പ് ചെയ്യുകയാണ്. അത് ഡ്രോപ്പ് ചെയ്യുന്നതിന് വേറെ ഒരു പൊസിഷനും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? അത് താഴെ എത്തും. വേറെ ഒന്നും നോക്കാമല്ല എന്നാണ്, പെട്ടെന്ന് അങ്ങ് താഴെ എത്തുവാണ്. അതേസമയം നമ്മൾ അതൊരു പാരച്യൂട്ടിലാണ് വിടുന്നതെങ്കിലോ ആ എയർ ഒരുപാട് ഇതിനെ ഒപ്പോസ് ചെയ്യില്ലേ? എയർ ഒരുപാട്, മറ്റേ എയറിന്റെ ഫ്രിക്ഷൻ ഉണ്ട്, പക്ഷെ എന്നാലും ഇത് എയർ ഒരുപാട് ഇതിനെ ഒപ്പോസ് ചെയ്യും ഈ പാരച്യൂട്ട് കാരണം. അപ്പൊ അത് പതുക്കെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ലാൻഡ് ചെയ്യുള്ളൂ. ആദ്യം വിട്ട എന്താണ്? കൺട്രോൾ ഇല്ലാത്ത ലാൻഡിങ്ങും, രണ്ടാമത്തെ എന്താണ്? കൺട്രോൾഡ് ആയിട്ടുള്ള ലാൻഡിങ്ങും ആണ്. നമ്മളിപ്പോൾ ചാന്ദ്രയാന്റെ കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചാന്ദ്രയാൻ മിഷൻ 1 ആദ്യത്തെ മിഷനിൽ നമ്മൾ എന്താ ചെയ്തത്? അവിടെ നമ്മളൊരു ചാന്ദ്രയാൻ മിഷനിൽ ഒരു മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന് പറയുന്ന സാധനം എന്താണ്? നമ്മൾ സാറ്റലൈറ്റ് എന്ത് ചെയ്തു? ചന്ദ്രനെ ചുറ്റുന്ന ആ ബോഡി നമ്മൾ എന്ത് ചെയ്തു? ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഫ്രീ ഫോൾ ചെയ്യാണ് കൊണ്ട് ഇമ്പാക്ട് ചെയ്ത് ഇടുകയാണ് ചെയ്തത്. മൂൺ ഇമ്പാക്ട് പ്രോബ് എന്താണ്? ചുമ്മാ ത്രോ ചെയ്തിടുകയാണ്, അത് അവിടെ പോയി ഇടിച്ച് വീഴുന്ന് അവിടെ കിടക്കും. ഓക്കെ, പക്ഷെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? വിക്രം ഒക്കെ നമ്മൾ ലാൻഡറൊക്കെ വിട്ടപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അവിടെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ഇറക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടി ത്രസ്റ്റർ ഒരുപാട് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്തു. അപ്പൊ കൺട്രോൾ ചെയ്യണം, ആ മോഷനെ കൺട്രോൾ ചെയ്യാൻ അവിടെ ചെയ്യുക. അതുപോലെ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസിന് നമുക്ക് യൂസ് ചെയ്യാം. കറണ്ടിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യാൻ ചെയ്യാം, റെസിസ്റ്റൻസിന് യൂസ് ചെയ്യാം. അതാണ് ഇറ്റ് ലിമിറ്റ്സ് ദി ഫ്ലോ ഓഫ് കറണ്ട്. ഫ്ലോ ഓഫ് കറണ്ട്. അതായത് അല്ലാതെ ചുമ്മാ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു നിങ്ങൾ സീരിയൽ സെറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? സീരിയൽ സെറ്റ് നമ്മൾ ക്രിസ്മസിനും ദീപാവലിക്കും ആഘോഷങ്ങൾക്ക് നമ്മൾ ഇടുന്ന, കല്യാണങ്ങളൊക്കെ വീട്ടിലിടുന്ന സീരിയൽ സെറ്റ് കണ്ടിട്ടില്ലേ? ആ സീരിയൽ സെറ്റ് നമ്മൾ ഒരു ലാമ്പായിട്ട് ഒരു സാധനം മാത്രം നമ്മൾ പ്ലഗിൽ കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്യാൻ എന്ത് സംഭവിക്കും? അത് കത്തിപ്പോവും, അത് പൊട്ടിത്തെറിക്കും. കാരണം അത്രയും ചെറിയ റെസിസ്റ്റൻസേ അതിനുള്ളൂ, വളരെ ചെറിയ റെസിസ്റ്റൻസേ ഉള്ളൂ. അത് നമ്മൾ ഇത്രയും വലിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അത്രയും എനർജി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? വലിയൊരു കറണ്ട് എന്ത് ചെയ്യും? അതിലേക്ക് ഫ്ലോ ചെയ്യും. അതേസമയം ഇത് നമ്മൾ നോക്കിയിട്ട് ഇതിനൊരു റെസിസ്റ്റൻസ്, ലോഡ് റെസിസ്റ്റൻസ് ഇതിന് സീരീസ് ആയിട്ട് കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അങ്ങനെ പൊട്ടിത്തെറിക്കത്തില്ല. ഇത്രയും കറണ്ട് ഇതിന് ആവശ്യമുള്ള, ഈ LED ആവശ്യമുള്ള കറണ്ടിനേക്കാൾ അധികം കറണ്ട് അവിടെ വരുന്നുണ്ട്. ആ അധികം കറണ്ടിനെ, ആ വോൾട്ടേജ് 230 വോൾട്ട്, ആ അധികം കറണ്ടിനെ എന്താണ് ഡിസിപ്പേറ്റ് ചെയ്ത് കളയാനുള്ള, ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് കളയാനുള്ള റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ലാമ്പ് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് വേറെ ഒന്നും ചെയ്യൂല, അത് എന്ത് ചെയ്യും? കത്തിപ്പോകത്തില്ല, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അത് കറക്റ്റായിട്ട് നിങ്ങൾ കോളിംഗ് ബെല്ലിന്റെ സൈഡിലിരിക്കുന്ന ലൈറ്റ് കണ്ടിട്ടുണ്ട്. നമ്മൾ അവിടെ വേറെ ഒന്നും യൂസ് ചെയ്യും, ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്, അല്ല നമ്മുടെ AC തന്നെയാണ്. പക്ഷെ അവിടെ എന്താണ്? അവിടെ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് വേറെ കത്തിപ്പോകാതെ ആ ലാമ്പ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നത്? ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്. സോ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഒരു ലോഡായിട്ട് നമുക്ക് ആക്ട് ചെയ്യും. ഇൻ ആബ്സെൻസ് ഓഫ് ദ റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട്, the current will reach an abnormal high value, endangering the circuit itself. എന്താണ്? ഇതാണ് ഞാനിപ്പോ പറഞ്ഞ സാധനം. എന്താണ്? in the absence of resistance in the circuit, the current will reach an abnormal high value, endangering the circuit itself. കറണ്ടിന്റെ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ കറണ്ട് വളരെ വലിയൊരു അബ്നോർമൽ വാല്യൂലേക്ക് മാറും. അബ്നോർമൽ ആയിട്ട് എന്ത് ചെയ്യും? അത് സർക്യൂട്ടിനെ തന്നെ എന്ത് ചെയ്യും? അപകടാവസ്ഥയിലേക്ക് മാറ്റും. അതായത് കത്തിച്ചുകളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സംഭവിക്കും, കറണ്ട് ലിമിറ്റ് ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് കറണ്ട് ലിമിറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. Then unit of electrical resistance എന്താണ്? ഓം ആണ്. ഓക്കെ, നമ്മൾ R കൊണ്ടാണ് റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുക. ബട്ട് യൂണിറ്റ് എന്താണ്? ഓം ആണ്. ഓം നമ്മൾ ഇങ്ങനെ എഴുതും, സിമ്പൽ ഓം. ദിസ് ഇസ് ദ ഓം സിമ്പൽ. ഓക്കെ, ഓം എന്ന് പറയുന്നത് ഈ സിമ്പലാണ് കേട്ടോ. സോ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇതിവിടെ ഇമ്പോർട്ടൻ്റ് ആയുള്ള സാധനങ്ങളാണ്. ഈ ഒരു കൺവെർഷൻ, ഒരു മെഗാ ഓം എന്ന് പറഞ്ഞാൽ എത്ര ഓമാണ്, ഒരു കിലോ ഓം എന്ന് പറഞ്ഞാൽ എത്ര ഓമാണ്. കാരണം ചില പ്രോബ്ലംസ് വരുമ്പോൾ, ചില കണക്കുകൾ വരുമ്പോൾ നമുക്ക് ഈ കൺവെർഷൻ അറിയില്ലെങ്കിൽ നമുക്ക് ഉത്തരം തെറ്റിപ്പോവും. കൺവെർഷൻ അറിയെങ്കിൽ ഉത്തരം തെറ്റിപ്പോവും. കാരണം ഉത്തരം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും: 1 ആംപിയർ, 0.01 ആംപിയർ, 1 മില്ലി ആംപിയർ, 1 മൈക്രോ ആംപിയർ എന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒരു കറണ്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് കിട്ടുക. സോ അതൊക്കെ ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കൺവെർഷൻ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് കൺവെർഷനിൽ വരുന്നത്?
ഒരു മെഗാ ഓം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെഗാ ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 10⁶ ഓം ആണ് വരിക. 10⁶ ഓം ആണ് വരിക. ഒരു കിലോ ഓം എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ് അല്ലെ. ഒരു കിലോഗ്രാം നമ്മൾ കടയിൽ പോയി വാങ്ങും. ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1000 എന്നുള്ള കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക കേട്ടോ. 1000 എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. മെഗാ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000ന്റെ ഒരു മടങ്ങ്, അതായത് 10⁶. 1000 എന്തായി? കിലോ എന്ന് പറഞ്ഞാൽ 10�3 ഓം ആണ്. മെഗാ ഓം എന്ന് പറഞ്ഞാൽ 10⁶ ആണ്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നാണ് മില്ലി. അതായത് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 മില്ലി ലിറ്റർ എന്ന് നമുക്കറിയാം. അപ്പോ 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ലിറ്റർ ഈക്വൽ ടു 1 ലിറ്റർ ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ അല്ലേ. അപ്പോ 1 മില്ലി ലിറ്റർ എന്ത് കിട്ടും? 1/1000, അതായത് 10⁻³ സോ ഒരു മില്ലി ഓം എന്ന് പറയുന്നത് എന്തായിരിക്കും? 10⁻³ ഓം. അതുപോലെ ഒരു മൈക്രോ ഓം എന്ന് പറയുന്നത്, മൈക്രോ ഓം നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയർ ആണ്. കാരണം മൈക്രോ ഫാരഡ് ആണ് നമ്മൾ കൂടുതലും കേട്ട് പരിചയമുള്ളൂ. മൈക്രോ ഫാരഡ് 10⁻6 ആണ് മൈക്രോ എന്ന് പറഞ്ഞാൽ. 10⁻6. അപ്പോൾ ഈ കൺവേർഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചോളണം കേട്ടോ. നമ്മുടെ ഈ കണ്ടന്റ് എല്ലാം നമ്മുടെ നെമി ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് നിന്ന് തന്നെ ഉള്ളതാണ് കേട്ടോ. ഓമിക് വാല്യൂ ഓഫ് എ മീഡിയം റെസിസ്റ്റൻസ് ഈസ് മെഷർഡ് ബൈ ആൻ ഓം മീറ്റർ ഓർ എ വീസ്റ്റൺസ് ബ്രിഡ്ജ്. ഒരു മീഡിയം റെസിസ്റ്റൻസ് മെഷർ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഏത് ഡിവൈസ് യൂസ് ചെയ്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ PSC റീസെന്റ് ആയിട്ട് ലൈൻമാനാണ്, PWD ലൈൻമാനാണ്, ഏതോ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഡിവൈസ്. ശരിക്കും അത് മെഷർമെന്റ്സിൽ വരുന്നതാണ്. നമ്മളിത് പഠിക്കും. എന്തൊക്കെ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ലോ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ നമ്മൾ പഠിക്കും. ഇനി മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഓം മീറ്ററോ വീസ്റ്റൺസ് ബ്രിഡ്ജോ യൂസ് ചെയ്തിട്ടാണ്. ഓം മീറ്റർ ഓർ വീസ്റ്റൺസ് ബ്രിഡ്ജ് കാണുന്നില്ല അല്ലേ. ഓം മീറ്റർ ഓർ എ വീസ്റ്റൺ ബ്രിഡ്ജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യുന്നത്. എന്തിന്?